മുപ്പത്തി മുക്കോടി ദേവകക്കെന്നും മുത്തപ്പനെന്നും ഒരീശ്വരനല്ലേ ഏഴരിത്തോഴനായി വന്നുതച്ചില്ലേ ആലാരിനാഥന്റെ അംശമെന്നല്ലേ പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ തന്നെ കൈവെടിയല്ലേ സങ്കടങ്ങൾ ചൊല്ലിടം തമ്പുരാനെ ഓ തയ്യാറത്താരാ പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവെടിയല്ലേ സങ്കടങ്ങൾ ചൊല്ലിടം തമ്പുരാനെ ഓ തയ്യാറത്താരാ. പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ ആറാട്ടുപുഴ നല്ലാണിക്കൽ അല്ലേ വിധു റാണി കൃഷ്ണദേവ് അല്ലേ അവരുടെ കുടുംബത്താണ് ഇരിക്കുന്നത്. എന്നോട് വിധുവാണ് വിളിച്ച് പറഞ്ഞത് മോൻ ഇങ്ങനെ പാടും അല്ലേ, പാടാൻ ഒരു ആഗ്രഹമുണ്ട്, സോഷ്യൽ മീഡിയ ഇടണമെന്ന് അല്ലേ. അപ്പം വിധു റാണി കൃഷ്ണദേവ് എത്രല്ല പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളാണ്? കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. എല്ലാ UP മുതൽ അങ്ങോട്ട് ഉണ്ടല്ലേ ഹയർ സെക്കൻഡറി LKG മുതലുണ്ടോ? അപ്പൊ വലിയ സ്കൂളായിരിക്കുമല്ലോ. അപ്പം എന്തുണ്ട് വിശേഷം? അപ്പൊ സ്കൂളിന്റെ പേര് പറഞ്ഞേ? കൊപ്പാറയത്ത്. അത് പറയണം. എന്താ അറിയാം, നമ്മള് വിദ്യ അഭ്യസിക്കുന്ന സ്കൂളാ. അപ്പം ഇത് ഈ വീഡിയോ കാണുമ്പം മോൻ ആ സ്കൂളിന്റെ പേര് പറയുമ്പോൾ അവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കൊക്കെ കുട്ടികൾക്കെല്ലാം സന്തോഷമായിരിക്കും അല്ലേ. അപ്പം ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിക്കുന്നത്? പടക്കളം. ഓക്കെ. ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ? എവിടെ പാടിയിട്ടുണ്ടോ? ഞാൻ അല്ലാതെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ കലോത്സവത്തിൽ പാടിയിട്ടുണ്ടോ? സബ് ജില്ലാ കലോത്സവം അല്ലേ? നാടൻ പാട്ട് മത്സരത്തിനോ? സബ് ജില്ലയല്ല, അല്ലാതെ സ്കൂളിലൊക്കെ. ഓക്കെ. ഞങ്ങൾക്ക് UP-കാർക്ക് നാടൻ പാട്ടിന് പോകാൻ പറ്റത്തില്ല. എനിക്കറിയാം. ഞാൻ നാടൻ പാട്ട് മിമിക്രി എല്ലാത്തിനും ഇങ്ങനെ തിയേറ്റർ ആയിട്ടും അല്ലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ആണ്. കലോത്സവം ഞാൻ ഒരുപാട് ജഡ്ജ്മെന്റ് പോകണം, അതാ പറയാൻ വന്നത്. അത് കുഴപ്പമില്ല. കലോത്സവങ്ങള് ഇതുപോലുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇതാണ്. അത് പ്രൈസ് കിട്ടിയാലും കിട്ടിയില്ല അതിലൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കാരും. ഓക്കെ. സെക്കൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സ്കൂൾ കോളേജ് തലങ്ങളിൽ നൽകുന്ന ഒരു ഇതാണ് കലോത്സവം എന്ന് പറയുന്നത്. ചില ആൾക്കാരത് ഭയങ്കര വാശിയായിട്ടും ഇതൊന്നും കാര്യമൊന്നുമില്ല. അപ്പം മോനൊരു പാട്ട് കേൾക്കാം. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ ഇനി പ്രേക്ഷകരും മോന്റെ പാട്ട് കേട്ട് മോനെ പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വസിക്കാം. ഓക്കെ. എന്റെ മോനൊരു കഴിവ്, ഒരു പാട്ട് പാടിയിട്ട് കഴിവുകളുണ്ട്. ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനെത്തിയ പുന്നപ്ര മനോജ് സാറിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ നന്ദി അറിയിച്ചു. അതാരാ വരുന്നത്? അയ്യോ, വാ 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 കൃഷ്ണദേവന്റെ കൂട്ടുകാരാണ്. വാ 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 ഇങ്ങ് വാ, ഇങ്ങ് വാ. എല്ലാം കരോളാണോ? കരോൾ. വാ. എന്താ പേരെന്തുവാ? മഹാദേവ്. മോന്റെ? അങ്ങോട്ടേക്ക് മോന്റെ? മോടെ? നിരഞ്ജന. ഇങ്ങ പേരെന്തുവാ? ശിവന്യ. ഇതാരാ? പേരെന്തുവാ? നീരവ്. മോന്റെ? ആദിലക്ഷ്മി. അപ്പൊ നമ്മുടെ കൃഷ്ണദേവിന്റെ കൂട്ടുകാരാണ് ഇവര്. ഈ പാട്ട് കഴിഞ്ഞ് ഇവരുടെ കരോളിന് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കൃഷ്ണദേവിന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ. പടക്കളം തന്നിൽ ഒരു മഹാവീരൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമമാണല്ല അല്ല. മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താതെ. പടക്കളം തന്നിൽ ഒരു മഹാവീരൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമമാണല്ല അല്ല. മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താതെ. അങ്ങനെയില്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നു കേമനായില്ലേ, ബിരുദനും യോഗ്യനായില്ലേ, എങ്കിലും വെണ്ണകക്കലും ജേലകക്കലും നിൻ തൊഴിലേ താതൃകത്താതെ, വെണ്ണകക്കലും ജേലകക്കലും നിൻ തൊഴിലേ താതൃകത്താതെ. അങ്ങനെയില്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നൊരു കേമനായില്ലേ, ബിരുദനും യോഗ്യനായില്ലേ,
എങ്കിലും എന്നകക്കലും ജേലകക്കലും നിൻ തൊഴിലേ താതൃകത്താതെ എന്നകക്കലും ജേലകക്കലും നിൻ തൊഴിലേ താതൃകത്താ ആ കൃഷ്ണ നീയവിടെ നീയൊരു സൂത്രം കാട്ടിയില്ലേ നിന്നെയവർ തല്ലി വിട്ടില്ലേ നിനക്കേറെ കോപം വന്നില്ലേ അമ്മാവനെ നീ വധിച്ചില്ലേ എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ കൃഷ്ണ നീയവിടെ നീയൊരു സൂത്രം കാട്ടിയില്ലേ നിന്നെയവർ തല്ലി വിട്ടില്ലേ നിനക്കേറെ കോപം വന്നില്ലേ അമ്മാവനെ നീ വധിച്ചില്ലേ എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ ആര് ചെയ്യൂ കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താ വടക്കളം തന്നെ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ പടയിടുവാൻ തുനിഞ്ഞല്ലോ വശിയവനേറെയുണ്ടല്ലോ വിഷബഹുകേമമാണല്ല അല്ല മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താത് മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താത് അടക്കളം തന്നെ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ പടയിടുവാൻ തുനിഞ്ഞല്ലോ വശിയവനേറെയുണ്ടല്ലോ നിശബഹുകേമമാണല്ല അല്ല മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താതെ മാറി മാറി വന്നു നിന്നതു കൃഷ്ണനല്ലേ താതൃകത്താതെ. അപ്പൊ കൃഷ്ണദേവൻ വളരെ മനോഹരമായി പാടി. പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് കൃഷ്ണദേവിന്റെയും കൂട്ടുകാരുടെയും ക്രിസ്മസ് അല്ലേ, നമുക്ക് അതിനു മുമ്പ് ഒന്ന് അടിച്ചു പൊളിച്ചൊരു പാട്ട്. ഓക്കെ, കൃഷ്ണദേവ് കൊട്ടും, ഇവരെല്ലാരും താളബോധമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ ഞാനും പങ്കുചേരുവാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. അപ്പം കൃഷ്ണദേവ് കുട്ടി പാട്ട് തുടങ്ങി. ഓക്കെ. 30 മുക്കോടി ദേവകക്കെന്നും ഒറ്റപ്പനെന്നും ഒരീശ്വരനല്ലേ